KSU ക്യാമ്പിൽ നടന്ന കൂട്ടത്തല്ല് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണെന്ന വിലയിരുത്തലിനിടെ മറ്റൊരു കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നു. കൂട്ടത്തല്ല് KSUവിന് പുത്തരിയല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇന്നേക്ക് 21 വർഷം മുമ്പ് 2003 പുതുവത്സര ദിനം. അന്നത്തെ KPCC അധ്യക്ഷൻ K മുരളീധരൻ. സ്ഥലം എറണാകുളം ടൗൺ ഹാൾ. അന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് KSUവിന് നവവത്സരാശംസകൾ നേർന്ന K മുരളീധരന്റെ കൺമുന്നിൽ വെച്ചാണ് KSUക്കാർ നവവത്സര കൂട്ടത്തല്ല് നടത്തിയത്. കേരളത്തിൽ KSU ഇന്നും ശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പഴയകാല പ്രതാപം വീണ്ടെടുത്ത് ശക്തമായി മുന്നോട്ട് പോകാൻ ഈ കൺവെൻഷൻ KSUവിന് സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ നവവത്സര ആശംസകൾ നേരുകയാണ്. 2003 ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് KSUവിന്റെ കൺവെൻഷനാണ്. പുനഃസംഘടന സംബന്ധിച്ച വിഷയം നമ്മുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രിയമുള്ള KSU പ്രവർത്തകയാണ്. ഇതിന്റെ സംഘാടകർ ഈ കൺവെൻഷൻ നടത്താൻ പ്രാപ്തരാണ്. കയ്യേറ്റവുമായി വരാൻ ഏതെങ്കിലും KSUവിൽ ശ്രമിച്ചാൽ അത് നേരിടാൻ സംഘടന ശേഷിയില്ല. നിങ്ങളെല്ലാവരോടും ഇരുന്നോ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇരുന്നോളൂ. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാവരും സീറ്റ് കണ്ടിരിക്കുക. KSU പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകും. KSUവിന്റെ പ്രവർത്തനം, കോൺഗ്രസിന്റെ പ്രവർത്തനം കേരളത്തിൽ ശക്തമാണ് എന്ന് തെളിയിക്കാൻ ഈ കൺവെൻഷൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. ഇതുപോലുള്ള KSUവിനെ ശക്തിപ്പെടുത്തുന്ന കൺവെൻഷനുകൾ സംഘാടക സമിതി വളരെ പ്രയാസപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേരളം മുഴുവൻ ഓടി നടന്ന് വളരെ നല്ല രീതിയിൽ കേരളത്തിൽ KSU ശക്തമാണ് എന്ന് തെളിയിച്ച ഈ കൺവെൻഷൻ പേടിപ്പിക്കാൻ വരണ്ട, അഭ്യാസം ഇവിടെ നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊന്നും കണ്ട് നാളെ വരുന്ന ചില റിപ്പോർട്ടുകൾ കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. അന്നത്തെ കൂട്ടത്തല്ലിൽ മുരളീധരന് ശേഷം സംസാരിച്ച ഉമ്മൻചാണ്ടി KSUവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമാണെന്നാണ് വിശേഷിപ്പിച്ചത്. വളരെ നാളുകൾക്ക് ശേഷം KSUവിന്റെ ഏറ്റവും സജീവമായ ഒരു കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ച KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിശ്വനാഥനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. KSUവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷ KSU. ആ KSU സർവശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമാണ് ഈ ടൗൺ ഹാളിൽ നിന്ന് തുടങ്ങുന്നത്.
കാലഘട്ടം വിദ്യാർത്ഥികൾ തമ്മിൽ ക്യാമ്പസിൽ സംഘടനമില്ല. വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ട് വിദ്യാർത്ഥി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അന്ന് സമരങ്ങൾ നടന്നിട്ടുണ്ട്. മാനേജ്മെന്റിനെതിരെ, യൂണിവേഴ്സിറ്റിക്കെതിരെ, ഗവൺമെന്റിനെതിരെ. പക്ഷെ ഇന്ന് 21 വർഷം മുമ്പത്തെ ഈ KSU കൂട്ടത്തല്ലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് MP കൂടിയായിരുന്ന K മുരളീധരൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതിനെ പാർട്ടി ഗ്രൂപ്പിസ് ഒന്നുമല്ല. കാരണം ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് KSUവിനെ ശക്തിപ്പെടുത്താൻ നടത്തിയ ഒരു കൺവെൻഷനാണ്. ഇപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം നെയ്യാറിലെ KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിനെ കുറിച്ച് VD സതീശനും പ്രതികരിക്കുന്നത് ഗ്രൂപ്പിസമല്ലെന്നും കുട്ടികളുടെ വഴക്കാണെന്നുമാണ്. KPCC അധ്യക്ഷൻ K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും പിന്തുണയ്ക്കുന്ന KSU പ്രവർത്തകരാണ് ചേരിതിരിഞ്ഞ് തല്ലിയത് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് VD സതീശൻ കുട്ടികൾ തമ്മിലെ തല്ലൊരു തല്ലല്ല, സൗഹൃദത്തിന്റെ കലങ്ങിമറിയലാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂട്ടത്തല്ല് KSUവിനെ ശക്തിപ്പെടുത്തുമെന്ന് മാത്രം മുരളീധരനെ പോലെ VD സതീശൻ പറഞ്ഞില്ല എന്ന് മാത്രം. MS ബനേഷ്, കേരള വിഷൻ ന്യൂസ്.